നിങ്ങൾ അറിഞ്ഞോ, ഒറ്റപ്പാലത്ത് ഇങ്ങനെ ലൈവ് ആയിട്ട് നിൽക്കാൻ ലൈവ് 7 സൂപ്പർ മാർക്കറ്റ് നിങ്ങൾക്കായി ഓപ്പൺ ആയിരിക്കുന്നു. ജനങ്ങളുടെ ആവശ്യപ്രകാരമുള്ള വികസന പ്രവർത്തനങ്ങൾ പരമാവധി ചെയ്തു തീർക്കാൻ കഴിഞ്ഞതായി 14ാം വാർഡ് കൗൺസിലർ അനിത. നിരവധി ജനങ്ങളുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് പ്രവർത്തിക്കാൻ കഴിഞ്ഞതായി 14ാം വാർഡ് കൗൺസിലർ അനിത പറഞ്ഞു. വിവിധ റോഡുകളുടെ നവീകരണ പ്രവർത്തനങ്ങൾ ഇക്കാലയളവിൽ നടത്താൻ സാധിച്ചതായും കൗൺസിലർ പറഞ്ഞു. നമ്മുടെ അയ്യപ്പൻ കോവിൽ പരിസരത്ത് കട്ടവിരിക്കൽ, അതുപോലെ തന്നെ അഴിക്കലപ്പറമ്പ് നിരന്തരമായി വെള്ളം കെട്ടി കിടക്കുന്ന ആ ഭാഗത്ത് കട്ടവിരിക്കാൻ സാധിച്ചിട്ടുണ്ട്. അതേപോലെ അഴിക്കലപ്പറമ്പ് റോഡ് റീടാറിങ്, ഏറന്നൂർ മന ബൈ റോഡ് എന്ന് പറഞ്ഞ് നമ്മൾ തൊഴിലുറപ്പിൻ്റെ ഫണ്ട് വെച്ചിട്ട് നമ്മളൊരു 100 മീറ്റർ കോൺക്രീറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഇരുപ്പത്തൊടി റോഡ് റീകോൺക്രീറ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. വാർഡിലെ 2 ഭാഗങ്ങളിൽ മിനി മാസ് ലൈറ്റുകൾ സ്ഥാപിക്കാനും പെൻഷൻ, കുടിവെള്ളം എന്നിവയ്ക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ചെയ്യാൻ കഴിഞ്ഞതായും അനിത പറഞ്ഞു. പാലപ്പുറം തെരുവ് ജംഗ്ഷനിൽ നമ്മുടെ മുരുകൻകോവിലിൻ്റെ പരിസരത്ത് നമുക്കൊരു മിനി മാസ്റ്റ് സ്ഥാപിക്കാൻ സാധിച്ചിട്ടുണ്ട്. അത് വാർഡിൻ്റെ വികസന ഫണ്ടിൽ നിന്നും ഒരു 2.5 ലക്ഷം രൂപയോളം മാറ്റി വെച്ചിട്ടാണ് നമ്മൾ പദ്ധതി വെച്ചത്. അതും സ്ഥാപിക്കാൻ പറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ അഴിക്കലപ്പറമ്പ് റോഡ് മടത്തൊടി ഭാഗത്തു നിന്ന് കയറുന്ന ജംഗ്ഷനിൽ ഇതേപോലെ തുക മാറ്റി വെച്ച് നമുക്ക് മിനി മാസ്റ്റ് സ്ഥാപിച്ചിട്ടുണ്ട്. കൂടാതെ നമ്മുടെ വാർഡിൽ പെൻഷനുകൾ ഒരു 75ഓളം പെൻഷനുകൾ നമുക്ക് കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അമൃത് കുടിവെള്ളത്തിൻ്റെ ഭാഗമായിട്ട് ഒരു 80 ചില്ലാനം നമുക്ക് കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പൈപ്പ് കണക്ഷൻ നീട്ടാനുള്ളതുമായിട്ടുണ്ട്. അതിനുള്ള പദ്ധതി നമ്മൾ കൊടുത്തിട്ടുണ്ട്. ലെറ്ററായിട്ട് നമ്മൾ വാട്ടർ അതോറിറ്റിക്ക് ഏൽപ്പിച്ചിട്ടുണ്ട്. നഗരസഭ അപേക്ഷ തള്ളിയപ്പോൾ കൗൺസിലറുടെ ഓണറേറിയവും ദേവസ്വം ബോർഡിന്റെ ധനസഹായവും ഉപയോഗിച്ചുകൊണ്ട് പൊതുകിണർ നവീകരിക്കാൻ കഴിഞ്ഞതിലുള്ള സന്തോഷവും വാർഡിലെ മറ്റ് പൊതുകിണർ നവീകരിക്കാമെന്നുള്ള ആഗ്രഹവും കൗൺസിലർ അനിത പങ്കുവച്ചു. ഞാൻ 2020-21 കയറിയതിൽ ആദ്യമായിട്ട് കൊടുത്ത ആവശ്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വാർഡിൽ പൊതുകിണറുകൾ 3 നിലവിലുള്ളത്. അതിൽ 3 ക്ലീൻ ചെയ്ത് ഗ്രില്ലിട്ട് തരാനുള്ള ഒരു ആവശ്യം ഞാൻ അവിടെ ലെറ്ററായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതുവരെ അതിനൊരു നടപടിയും നഗരസഭയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല. നമ്മുടെ ഇപ്പോൾ കഴിഞ്ഞ പൂരത്തോട്, ചെനക്കത്തൂർ പൂരത്തോടനുബന്ധിച്ച് എൻ്റെ വാർഡിലെ കിണർ എൻ്റെ ജനങ്ങളുടെ ഒരു സപ്പോർട്ടോട് കൂടിയിട്ട് ദേവസ്വത്തിൻ്റെ ഒരു ഭാഗത്തു നിന്നുള്ളൊരു ചെറിയൊരു ധനസഹായവും എൻ്റെ കയ്യിൽ നിന്ന് എൻ്റെ ഓണറേറിയത്തിൻ്റെ ഒരു ഭാഗത്തു നിന്നും ചേർത്തുകൊണ്ട് ആ കിണർ വൃത്തിയാക്കി നെറ്റിട്ട് ജനങ്ങൾക്ക് കുടിക്കാൻ ഉപയോഗിക്കുന്ന രീതിയിലുള്ള വെള്ളമാക്കി തീർക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. അതിൽ ഞാൻ വളരെയധികം സന്തോഷിക്കുന്നു. കൂടാതെ അംഗനവാടി 76 നമ്പർ അംഗനവാടിയുടെ മുൻവശത്ത് ഒരു പൊതുക്കിണറുണ്ട്. അതിന് അടിയന്തരമായിട്ട് ഗ്രില്ലിടാൻ വീണ്ടും ഞാൻ ലെറ്റർ കൊടുത്തിട്ടുണ്ട് നഗരസഭയിൽ. അതും എത്രയും പെട്ടെന്ന് ചെയ്ത് കൊടുക്കണം എന്നാണ്, ജനങ്ങളുടെ മുമ്പിൽ അത് എത്തിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. കിണറിന് പുറമെ സ്വന്തം പ്രയത്നത്തിൽ കുളം നവീകരിക്കാനും സ്ട്രീറ്റ് ലൈറ്റുകൾ നൽകാനും സാധിച്ചതായും അനിത പറഞ്ഞു. അതുപോലെ തന്നെ നമ്മുടെ വിഷ്ണു അമ്പലത്തിൻ്റെ കുളം നമുക്ക് 2 തവണയോളം ഞാൻ നമ്മുടെ ജനങ്ങളുടെ സപ്പോർട്ടോടുകൂടി ഇതേപോലെ തന്നെ എൻ്റെ കയ്യിൽ നിന്നുമുള്ള തുക ഇറക്കിക്കൊണ്ട് നമുക്ക് നല്ല രീതിയിൽ ക്ലീൻ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ജനങ്ങൾ നല്ല രീതിയിൽ നമ്മൾ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആ സമയത്ത് ഒരുപാട് പേര് സ്പോൺസറായിട്ടും അതുപോലെ തന്നെ സ്വന്തം കയ്യിൽ നിന്നുള്ള പൈസ കൊണ്ടാണ് നമ്മൾ ആ കുളം വൃത്തിയാക്കിയിട്ടുള്ളത്. കൂടാതെ സ്ട്രീറ്റ് ലൈറ്റുകൾ 2-3 സ്ഥലത്ത് എൻ്റെ കയ്യിൽ നിന്ന് പൈസ ഇറക്കിക്കൊണ്ട് തന്നെ ഞാൻ സ്ട്രീറ്റ് ലൈറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്.